ഒരു ക്ലാസിക് മൂവിയാണ് പേട്രിയറ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നൈസാണ്. പക്ഷെ അതിഗംഭീരമായിട്ടുള്ള വേറെ ലെവൽ സിനിമയാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി സംസാരിക്കുന്ന മൂവിയാണ്. ഈ ഒരു മൂവിയുടെ സ്റ്റോറി എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് കാലമായിട്ട് പല മൂവീസിലും കണ്ടുവരുന്ന അതേ സ്റ്റോറി തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വേറൊന്നുമല്ല, ഒരു വലിയൊരു കോർപ്പറേറ്റ് കമ്പനി, ആ ഒരു കോർപ്പറേറ്റ് കമ്പനി സൊസൈറ്റിക്കെതിരായിട്ട് ഒരുപാട് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ. സോ പിന്നീട് അവരും ആ ഒരു കോർപ്പറേറ്റ് കമ്പനി തമ്മിലുള്ള കോൺഫ്ലിക്ട്സും ഫൈറ്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിച്ചിരിക്കുന്നത്. ഇതേപോലത്തെ സ്റ്റോറി നമ്മൾ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട്. എസ്പെഷ്യലി ഒരു കോർപ്പറേറ്റ് കമ്പനി ആൾക്കാരുടെ ആ ഒരു പേഴ്സണൽ ഡീറ്റെയിൽസ് ഒക്കെ കളക്ട് ചെയ്ത് വെച്ച്, പേഴ്സണൽ വീഡിയോസ്, പേഴ്സണൽ ഇൻഫർമേഷൻ ഒക്കെ കളക്ട് ചെയ്ത് വെച്ച് അവർ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റോറി ലൈൻ ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ട്രെയിലറിൽ തന്നെ ഫുൾ സിനിമയും പറയുന്നുണ്ട്. ട്രെയിലർ റിയാക്ഷനിൽ പോലും ഞാൻ പറഞ്ഞായിരുന്നു ഇതായിരിക്കും സിനിമയുടെ സ്റ്റോറി. അതുപോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. സിനിമ സ്റ്റാർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, സിനിമ ഇനി എങ്ങോട്ടാ പോകുന്ന, എന്താണ് സംഭവിക്കുന്നത്, സിനിമയുടെ ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ സിനിമയുടെ അടുത്ത സീൻ എന്താന്ന് വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത്ര പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു മൂവിയാണ്. അങ്ങനെയാണെങ്കിലും ആ ഒരു പ്രസന്റേഷൻ വൈസ് സിനിമ നൈസ് ആണ്. ഒരു മഹേഷ് നാരായണൻ ടച്ച് സിനിമയിലുണ്ട്. ഒരു സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ അങ്ങനെ തന്നെയാണ് ആ സിനിമ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. ഇതൊരു മാസ് മസാല ആക്ഷൻ പടമോ അല്ലെങ്കിൽ ഇതിൽ ലാലേട്ടൻ ഹീറോ ആണ്, മമ്മൂക്ക ഹീറോ ആണ്, അങ്ങനത്തെ രീതിയിലുള്ള സ്റ്റോറി ലൈൻ അല്ല. അല്ലെങ്കിൽ 2020 പോലെയോ അതിന്റെ ഭയങ്കര മാസ് മസാല ഡയലോഗ്സും ആക്ഷൻ സീക്വൻസും ഫൈറ്റും അങ്ങനത്തെ ഒരു സിനിമ അല്ല. അതും പ്രതീക്ഷ ആരും പോകരുത്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് എൻഡ് വരെ ഒരേ ലെവലിലാണ് സിനിമ പോയിരിക്കുന്നത്. അല്ലാതെ ഭയങ്കര ഹൈ മൂവ്മെന്റ്സ് ആയിട്ടുള്ള വേറെ ലെവൽ സീക്വൻസോ അല്ലെങ്കിൽ മമ്മൂക്കയുടെ ലാലേട്ടന്റെ ഇൻട്രോസ് ആയാലും കോമ്പിനേഷൻ സീക്വൻസ് ആയാലും എല്ലാം വളരെ സിമ്പിൾ ആണ്. അല്ലാതെ ഭയങ്കര ഹൈ മൂവ്മെന്റ് ഒക്കെ തന്ന് നമ്മളെ സീറ്റിൽ നിന്ന് എണീറ്റ് ക്ലാപ്പ് അടിക്കുന്ന രീതിയിലുള്ള സീനൊന്നും എവിടെയും സിനിമയിലില്ല. അതിപ്പം നമുക്ക് ലാലേട്ടൻ വരുന്ന അവരുടെ ഇൻട്രോസ് ആയാലും അവരുടെ കോമ്പിനേഷൻ സീക്വൻസ് ആയാലും ഫൈറ്റ് ആയാലും ആക്ഷൻസ് ആയാലും എന്ത് വന്നാലും എല്ലാത്തിലും ഒരേ ലെവലാണ്. ലൈക്ക് ഒരു സിമ്പിൾ സാധനം ഇങ്ങനെ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ അല്ലേ, ഒരു ക്ലാസിക് ഫീൽ ഇല്ല, അത് തന്നെയാണ്. സിനിമയിൽ കുറച്ച് സ്ലോ പേസ് മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ട്. എസ്പെഷ്യലി എടുത്ത് പറയുമ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിലൊക്കെ വരുമ്പോൾ സ്ലോ പേസ് ആണ്. സിനിമ കുറച്ച് ലാഗ് ആവുന്നുണ്ട്. സ്റ്റാർട്ടിങ്ങിൽ തന്നെ സിനിമ ആ ഒരു കഥയിലോട്ട് എത്താൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു വേൾഡ് ബിൽഡും ക്യാരക്ടേഴ്സും ഇവൻസ് ഒക്കെ സംസാരിച്ച് പോകുന്ന ടൈം എടുക്കുന്നുണ്ട്. ആൻഡ് ടുവേർഡ്സ് എൻഡ് ആകുമ്പോഴും കുറച്ച് ലാഗ് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊരു കംപ്ലീറ്റ് മമ്മൂക്ക പടമാണ്. ലൈക്ക് മമ്മൂക്ക ഫഹദ് ഫാസിൽ സിനിമയാണ്. ലാലേട്ടനും ചാക്കോച്ചനും നയൻതാരയും മറ്റുള്ളവരെല്ലാം ഒരു ക്യാമിയോ എന്ന് വേണമെങ്കിൽ പറയാം. ലാലേട്ടൻ മാത്രമല്ല, ബാക്കി എല്ലാവരും ക്യാമിയോ തന്നെയാണ് സിനിമയിൽ. ഇതിൽ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന ഒരു മമ്മൂക്ക ആൻഡ് മറ്റേത് ഫഹദ് ഫാസിൽ, അത്രേ ഉള്ളൂ. ആൻഡ് മമ്മൂക്ക ലാലേട്ടൻ ഇത്ര വർഷത്തിന് ശേഷം ഒരു സ്ക്രീനിൽ ഒരുമിക്കുന്ന പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളില്ലേ. മറ്റേ മാസ് മസാല ഡയലോഗ്സ് ഉള്ള ഐറ്റം അല്ല ഞാൻ പറയുന്നത്. കാണുമ്പോൾ നമ്മൾ മനസ്സ് നിറഞ്ഞു അടിപൊളി നമുക്ക് തോന്നുന്നില്ലേ. ആ ഒരു ഫീല് പല ഏരിയാസിലും എനിക്ക് കിട്ടിയില്ല. ലൈക്ക് മമ്മൂക്ക ലാലേട്ടൻ വന്ന് നിൽക്കുമ്പോൾ പോലും ആ ഒരു ഇമ്പാക്ട് ഇല്ല. നമ്മൾ മറ്റേ പണ്ട് 2020 കാണുമ്പോൾ കിട്ടുന്ന ഒരു ഇമ്പാക്ട് ഉണ്ടല്ലോ, ഇവർ സ്ക്രീനിൽ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഓറയാണ്. അത് ഈ സിനിമയിൽ പല സ്ഥലങ്ങളിലും എനിക്ക് ഇല്ലാത്ത പോലെ തോന്നി. സിനിമയുടെ സ്റ്റോറിയൊക്കെ വളരെ ബേസിക് ആണ്, സിമ്പിൾ ആണെങ്കിലും ഇതിന്റെ പ്രസന്റേഷനും ആ ഒരു ടെക്നിക്കൽ വൈസ് ഒക്കെ നൈസ് ആണ് സിനിമ. എസ്പെഷ്യലി ടെക്നിക്കൽ വൈസ് ടോപ്പ് നോച്ച് ആയിരുന്നു. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളറിംഗ്, സൗണ്ട് മിക്സിംഗ്, മ്യൂസിക് എല്ലാം ടോപ്പ് ലെവലായിരുന്നു. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ഒരു രക്ഷയില്ല. ഒരുപാട് കിടിലം വിഷ്വൽസ് ഉണ്ട്. ആൻഡ് മ്യൂസിക്കിൽ വരുമ്പോൾ സുഷിൻ ഷാമ് തകർത്തിട്ടുണ്ട്. കാരണം നല്ല കുറെ ട്രാക്ക് ഒക്കെ ഉണ്ടായിരുന്നു, നൈസ് ആയിരുന്നു. ആൻഡ് സൗണ്ട് മിക്സിംഗ് കൊള്ളാം. ആൻഡ് കളറിംഗും എനിക്ക് ഇഷ്ടപ്പെട്ടു. സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് വീക്ക് ആണെങ്കിലും മൂവിയുടെ ടെക്നിക്കൽ സൈഡും പ്രസന്റേഷൻ ഒക്കെ നൈസ് ആയിരുന്നു. ബോറടിപ്പിക്കുന്നില്ല, കണ്ടിരിക്കാം. പക്ഷെ ആ ഒരു ഇമ്പാക്ട് ഇല്ല ത്രൂ ഔട്ട് ദ മൂവിയിൽ. അതായത് ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഉണ്ടല്ലോ, സിനിമ സ്റ്റാർട്ട് ചെയ്ത ഒരു എൻഡ് വരെ ഉള്ള, അത് എവിടെയും സിനിമയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. സോ എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. എനിക്ക് ഓവറോൾ ഒരു ഓക്കെ വാച്ച് മൂവിയാണ്. കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ തോന്നി. അങ്ങനത്തെ ഒരുപാട് ഏരിയാസ് ഉണ്ടായിരുന്നു. കുറച്ചുകൂടി ബെറ്റർ ആക്കി പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയാസ് സിനിമയിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഒരു മൂവി തന്ന എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു ഓക്കെ ഫിലിമാണ്, അത്രേ ഉള്ളൂ. സോ എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.